അമ്മു എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, എന്നോട് കെഞ്ചിട്ട് ഒരു കാര്യമില്ല, തരില്ല. ടീച്ചർ പ്ലീസ്. ഇത് ആദ്യത്തെ തവണയില്ല, ഇത് എത്രാമത്തെ തവണയാണ്? ഒരു പ്ലേസും ഇല്ല എനിക്ക്. താൻ എന്താണോ ഈ കാണിക്കുന്നത്? മൊബൈൽ ഫോൺ ക്ലാസ്സിൽ കൊണ്ടുവരിക, എന്നിട്ട് ക്ലാസ് സമയത്തിരുന്ന് റീൽ എടുക്കുക, റീൽ കാണുക. എന്ത് അഹങ്കാരം നോക്കിക്കേ. എന്താ അമ്മ ഇത്? ടീച്ചർ ഞാൻ ഒരിക്കലും കൊണ്ടുവരില്ല ടീച്ചർ. പ്ലീസ് ടീച്ചർ, സോറി. ഇത് ആദ്യമായിട്ടാണോ? താനിത് പല തവണയായിട്ട് ചെയ്യണം. ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാറുണ്ടെന്ന് കൂട്ടുകാർ പറഞ്ഞല്ലോ. ടീച്ചർ വീട്ടിലിരുന്ന് ഫോൺ നോക്കി കഴിഞ്ഞ റീൽസ് ഒക്കെ ചെയ്ത് അമ്മ വഴക്ക് പറയുന്ന ഓർത്തിട്ടാണ്. അത് ശരി. അപ്പൊ സ്കൂളിൽ എന്ത് ആവാന്നാണോ? താനൊക്കെ എന്തിനാണോ സ്കൂളിൽ വരുന്നത്? പഠിക്കാൻ തന്നെയാണോ? വന്ന് ഒരു പരീക്ഷയ്ക്ക് മാർക്കില്ലാതെയായി. വീട്ടിലറിഞ്ഞിട്ടാണോ ഈ ഫോണൊക്കെ കൊണ്ടുവരുന്നത്? അല്ല ടീച്ചർ, വീട്ടിലറിഞ്ഞ കൊല്ലും, അടിക്കൊക്കെ. അത് ശരി. അപ്പൊ ആരും അറിയാതെയാണ് ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ അല്ലേ? എന്തായാലും ഈ ഫോൺ എന്റെ ഇരിക്കട്ടെ. നാളെ പാരന്റ്സിനെ വിളിച്ചുകൊണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. അവരും കൂടി അറിയട്ടെ കുരുത്തക്കിടക്കെ. ടീച്ചർ ഞാൻ ഒരിക്കലും കൊണ്ടുപോയി സത്യം ടീച്ചർ, പ്ലീസ് ടീച്ചർ. തന്നോട് ഇത് ആദ്യത്തെ തവണയാണെങ്കിൽ ഞാൻ ക്ഷമിച്ചാൽ, ഇത് എത്രാമത്തെ തവണയാണ്? പാരന്റ്സിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ ഫുൾ ആക്കിക്കൊണ്ടുള്ള ഈ പരിപാടി ഉണ്ടല്ലോ, അത് അവരും കൂടി അറിയട്ടെ. എന്റെ ഓരോ എക്സ്ക്യൂസും കേൾക്കണ്ട. ഈ സ്കൂളിലെ റൂൾസ് എല്ലാ കുട്ടികൾക്കും ഒരുപോലെയാണ്. ഞാൻ തന്നോട് ഇപ്പൊ ക്ഷമിച്ചു കഴിഞ്ഞാൽ നാളെ മുതൽ എല്ലാ കുട്ടികളും ഇത് തന്നെ കാണിക്കില്ലേ? അതുകൊണ്ട് നാളെ പാരന്റ്സിനെ കൊണ്ടുവന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. അതിനകത്ത് ഒരു എക്സ്ക്യൂസും ഇല്ല. ടീച്ചർ പ്ലീസ് ടീച്ചർ, ഫോണൊന്നും തരും ടീച്ചർ. ഞാൻ ഒരിക്കലും കൊണ്ടുവരില്ല സർ. അമ്മ ഈ ഫോണിൽ പല നല്ല കാര്യങ്ങളുണ്ട്, അതൊക്കെ പഠിക്കാനുള്ളതിന്. ഇത് മിസ്യൂസ് ചെയ്യല്ല വേണ്ടത്. അത് ഈ സ്കൂളിൽ കൊണ്ടുവന്നിട്ടല്ല, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം. അല്ല സ്കൂളിൽ കൊണ്ടുവന്നിട്ട് ക്ലാസ് ടൈമിലല്ല ഇതൊന്നും യൂസ് ചെയ്യേണ്ടത്. എപ്പോ തൊട്ടാ കുട്ടി മിസ്സിങ് ആയത്? സ്കൂള് വിട്ട് കഴിഞ്ഞ് ഒരു 4:15 ആവുമ്പോ അവള് വീട്ടിലെത്താറുള്ളതാ. നിങ്ങൾ ഈ ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിന്റെ ഒക്കെ വീട്ടിലൊന്ന് അന്വേഷിച്ച് നോക്കിയായിരുന്നു? സാർ, അവൾ അങ്ങനെ ഒരിടത്തും പോകാറുള്ളതല്ല. എന്നാലും ചെല്ലേണ്ട അടുത്തൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് നോക്കിയായിരുന്നു. പക്ഷെ അവിടെ ഒന്നും ചെന്നിട്ടില്ല. എന്റെ കുഞ്ഞിനൊരാപത്ത് വരുത്തേണ്ടിരുന്ന മതിയായിരുന്നു. നിങ്ങൾ ടെൻഷൻ അടിക്കാതെ. എന്തായാലും കുട്ടി മിസ്സായിട്ട് അധികം നേരമായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കുട്ടിയെ കണ്ടുപിടിക്കാനും പറ്റും. കുട്ടിയുടെ മൊബൈൽ ഫോൺ ഉണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞു? മൊബൈല് ഇപ്പം സ്കൂളിലാണ്. ഇവളറിയാതെ മോള് സ്കൂളിലോട്ട് മൊബൈൽ കൊണ്ടുപോയത്. അതിനി ഇവളറിഞ്ഞാൽ ദേഷ്യപ്പെടുമെന്ന് പേടിച്ചാൽ അവളിനി എങ്ങോട്ടെങ്കിലും പോയതാണോ എന്നറിയില്ല. ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ സോറി പറയാനുള്ള സ്പേസ് പോലും കൊടുക്കാതാണോ നിങ്ങൾ മോളെ വളർത്തുന്നത്? അങ്ങനല്ല സർ, അവൾക്ക് ഈയിടെയായിട്ട് ഫോണിൽ കളി കുറച്ച് കൂടുതലായിരുന്നു. എപ്പോ നോക്കിയാലും ഈ റീൽസും ചെയ്തോണ്ടിരിക്കും. അതിന് ഞാൻ വഴക്ക് പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടികൾ അവരുടെ കലാവാസന അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വളർത്തിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കും. നിങ്ങൾ പാരന്റ്സ് അവരെ മോട്ടിവേറ്റ് ചെയ്തില്ലേ കുഴപ്പമില്ല. എന്തിനാണ് ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത്? ഞങ്ങൾക്ക് അവളെ പഠിപ്പിച്ച് ഡോക്ടറാക്കണമെന്ന് ആഗ്രഹം. പക്ഷെ ഈ റീൽസും കാര്യങ്ങളുമായിട്ട് നടന്നാൽ അതവളെ പഠിത്തത്തെ ബാധിക്കും സാർ. അതാ പിന്നെ ഞങ്ങൾ നല്ല കെയറിങ് ഉള്ള പാരന്റ്സ്. ഒരു കൊച്ചു വളർന്നു വരുമ്പോൾ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആ കുട്ടിയുടെ മേൽ ഇൻജെക്ട് ചെയ്യുകയാണോ വേണ്ടത്? നിങ്ങൾക്കൊരു കാര്യം അറിയൂ, ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ആദ്യമായി പോകേണ്ടത് അതിൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്താണ്. ഇവിടെ നിങ്ങളുടെ കാര്യത്തിലാ ആ കുഞ്ഞ് എങ്ങോട്ടേക്കാണ് പോയത്? നിങ്ങളെ പേടിച്ച് ഈ രാത്രി എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ആ കുട്ടി. ഒരു പക്ഷേ നിങ്ങളെ വീടിനേക്കാൾ കൂടുതൽ സമാധാനം ആ കുട്ടിക്ക് പുറത്ത് കിട്ടുന്നെന്ന് വിചാരിച്ചിട്ടായിരിക്കും. സോറി സർ, ഇനിയൊന്നും പറയരുത്. എല്ലാം എന്റെ തെറ്റാ. എനിക്ക് പെൺകുഞ്ഞാന്ന് അറിഞ്ഞപ്പോ തൊട്ട് ചുറ്റിലുള്ള എല്ലാരും എന്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് പെൺകുഞ്ഞാണ്, അടക്കി ഒതുക്കി വളർത്തിയില്ലെങ്കിൽ പേരുദോഷം കേൾക്കുന്നൊക്കെ. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഞാൻ എന്റെ മോളുടെ അടുത്ത് സ്ട്രിക്റ്റ് ആയി. പാവന്റെ മോള്. എല്ലാം ഞങ്ങളുടെ തെറ്റാ. ഞങ്ങൾ നല്ല പാരന്റ്സ് അല്ല.
എന്താ മോള് ഇവിടെ വയ്ക്കുന്നത്? ഒന്നുമില്ല. എന്തിനാ മോള് പേടിക്കുന്നത്? എന്തിനാ? എനിക്ക് അച്ഛനൊന്നും കാണണം. രാത്രി വീട്ടു വിട്ടു വല്ല ഇറങ്ങിയെന്നാ? അല്ല. ഏ മോള് പേടിക്കണ്ട, പേടിക്കണ്ട മോളെ. എനിക്ക് പേടിയാ. മോളെ പേടിക്കണ്ട. മോളുടെ ഏട്ടനെ പോലെ കണ്ടാ മതി. മോളുടെ വീട് എവിടെ? മോളുടെ വീട് എവിടെ? വർക്കല. വർക്കലേ? അമൃത എന്നാ നമ്മുടെ പേര്. വന്നിട്ടേ ഹലോ, പോലീസ് സ്റ്റേഷൻ. ഇനി മോൾ ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കല് കേട്ടോ. നമുക്കറിയോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം ക്ഷമിച്ച് നമ്മളെ സ്നേഹിക്കുന്ന രണ്ട് പേരെ ഈ ലോകത്തുള്ളൂ. അത് നമ്മുടെ അച്ഛനും അമ്മയാണ്. അതുകൊണ്ട് തന്നെ ഇനി മോൾ അവരെ പെർമിഷൻ ഇല്ലാതെ ഒരിടത്തും പോകരുത് കേട്ടോ. സോറി അമ്മ, അച്ഛൻ ഇനി ഒരിക്കലും ഞാൻ ഇത് ചെയ്യില്ല. എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാതെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. സാർ, ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ എന്നോടല്ല താങ്ക്സ് പറയേണ്ടത്, മറ്റൊരാളാണ് ഇവിടെ മോളെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചത്. മോളെ, ഇനി മൊബൈലിലെ കളിയൊക്കെ മതിയാക്കിയിട്ട് നല്ലതുപോലെ പഠിച്ച് മിടുക്കിയായിട്ട് മുന്നോട്ട് പോകണം കേട്ടോ. കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും ചേർന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യണം. കുട്ടിക്ക് കളിക്കാനും പഠിക്കാനുമായിട്ടുള്ള സമയം കൊടുക്കണം. അപ്പം തന്നെ ഈ മൊബൈൽ അഡിക്ഷൻ ഇല്ലാതായിക്കോളും. ഒരു കൊച്ച് ജനിക്കുമ്പോൾ മുതൽ നമ്മളാണ് അവരുടെ കയ്യിലേക്ക് മൊബൈൽ എടുത്ത് വെച്ച് കൊടുക്കുന്നത്. ആ കൊച്ച് കരയുമ്പോൾ കരയാതിരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ മൊബൈൽ എടുത്ത് കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ തന്നെയാണ് ആ കുട്ടിയെ മൊബൈൽ അഡിക്ഷനിലേക്ക് തള്ളിയിടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഉള്ള സമയം മുഴുവൻ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവും. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവരുത്. ഇനി ശ്രദ്ധിച്ചോളാം സാർ. ശരി. താങ്ക് യു.